നിങ്ങൾ ഓഹരി വിപണിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ? പക്ഷേ ഒരു ചോദ്യം, ഡിമാറ്റ് അക്കൗണ്ട് ഇല്ലാതെ ഷെയർ വാങ്ങാൻ പറ്റുമോ? ഉത്തരം ഇല്ല. ബാങ്ക് അക്കൗണ്ടിൽ നമ്മൾ പണം സൂക്ഷിക്കുന്നത് പോലെ ഡിമാറ്റ് അക്കൗണ്ടിൽ നമ്മൾ വാങ്ങുന്ന ഷെയറുകൾ, ETF-കൾ, ബോണ്ടുകൾ, മ്യൂച്വൽ ഫണ്ടുകൾ എന്നിവ ഡിജിറ്റൽ രൂപത്തിൽ സൂക്ഷിക്കുന്നു. മുമ്പ് ഷെയറുകൾ പേപ്പർ സർട്ടിഫിക്കറ്റുകളായി ലഭിച്ചിരുന്നു. ഇന്നവയെല്ലാം ഇലക്ട്രോണിക് രൂപത്തിലാണ് സൂക്ഷിക്കുന്നത്. അതിനായാണ് ഡിമാറ്റ് അക്കൗണ്ട് വേണ്ടത്. അതിനാൽ സ്റ്റോക്ക് മാർക്കറ്റിൽ നിക്ഷേപിക്കാനുള്ള ആദ്യ പടി തന്നെയാണ് ഡിമാറ്റ് അക്കൗണ്ട്. വരൂ, നേരിട്ട് വീഡിയോയിലേക്ക് കടക്കാം. ഇത് എഡ്യൂക്കേഷണൽ കണ്ടന്റ് ആണ്, ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസ് അല്ല. സ്റ്റോക്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുൻപ് ക്വാളിഫൈഡ് ഫൈനാൻഷ്യൽ അഡ്വൈസറിനെ കൺസൾട്ട് ചെയ്യുക. കറൻസി റിസ്ക്, ടാക്സ് കംപ്ലയൻസ്, മാർക്കറ്റ് റിസ്ക് ഇവ ശ്രദ്ധിക്കുക. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിന് അക്കൗണ്ട് നമ്പർ ഉള്ളതുപോലെ ഡിമാറ്റ് അക്കൗണ്ടിനും ഒരു പ്രത്യേക നമ്പറുണ്ട്. CDSL അക്കൗണ്ട് ആണെങ്കിൽ 16 അക്ക നമ്പർ ആയിരിക്കും. NSDL അക്കൗണ്ട് ആണെങ്കിൽ IN എന്നതോടെ തുടങ്ങുന്ന 14 അക്ക നമ്പർ ആയിരിക്കും. ഇനി ബാങ്ക് അക്കൗണ്ടും ഡിമാറ്റ് അക്കൗണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്തെന്ന് നോക്കാം. ബാങ്ക് അക്കൗണ്ടിൽ പണം സൂക്ഷിക്കുന്നു. ഡിമാറ്റ് അക്കൗണ്ടിൽ ഷെയറുകളും മറ്റ് സെക്യൂരിറ്റീസും സൂക്ഷിക്കുന്നു. ലളിതമായി പറഞ്ഞാൽ ഡിമാറ്റ് അക്കൗണ്ട് നിങ്ങളുടെ ഷെയർ ലോക്കറാണ്. ആർക്കെല്ലാം ഡിമാറ്റ് അക്കൗണ്ട് എടുക്കാം? 18 വയസ്സ് കഴിഞ്ഞ ഇന്ത്യൻ പൗരന്മാർക്ക് എളുപ്പത്തിൽ അക്കൗണ്ട് തുറക്കാം. 18 വയസ്സിന് താഴെയുള്ളവർക്ക് രക്ഷിതാവിൻ്റെ പേരിൽ മൈനർ അക്കൗണ്ട് തുറക്കാനും കഴിയും. എവിടെയാണ് തുറക്കേണ്ടത്? നേരിട്ട് NSDL അല്ലെങ്കിൽ CDSL അല്ല, സെബി അംഗീകൃത ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പന്റ് അഥവാ DP വഴിയാണ് അക്കൗണ്ട് തുറക്കുന്നത്. ബാങ്കുകളും ബ്രോക്കർമാരും DP ആയി പ്രവർത്തിക്കുന്നു. ഉദാഹരണത്തിന് സെറോധ, അപ്സ്റ്റോക്സ്, ഏഞ്ചൽ വൺ, ICICI ഡയറക്റ്റ്, HDFC സ്കൈ ഇവയൊക്കെയാണ് സാധാരണ ഉപയോഗിക്കുന്ന പ്ലാറ്റ്ഫോമുകൾ. ഇനി ഒരു ഡിമാറ്റ് അക്കൗണ്ട് എങ്ങനെ തുറക്കാമെന്ന് നോക്കാം. സ്റ്റെപ്പ് 1, സെറോധ അല്ലെങ്കിൽ അപ്സ്റ്റോക്ക് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. സ്റ്റെപ്പ് 2, മൊബൈൽ നമ്പറും ഇമെയിൽ ID-യും വെരിഫൈ ചെയ്യുക. സ്റ്റെപ്പ് 3, പാൻ കാർഡ് നമ്പർ നൽകുക. സ്റ്റെപ്പ് 4, ആധാർ OTP ഉപയോഗിച്ച് KYC പൂർത്തിയാക്കുക. സ്റ്റെപ്പ് 5, ബാങ്ക് അക്കൗണ്ട് ലിങ്ക് ചെയ്യുക. സ്റ്റെപ്പ് 6, സെൽഫി അപ്ലോഡ് ചെയ്ത് സൈൻ ചെയ്യുക. സ്റ്റെപ്പ് 7, വെരിഫിക്കേഷൻ പൂർത്തിയായാൽ 24 മുതൽ 48 മണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ ഡിമാറ്റ് ആൻഡ് ട്രേഡിംഗ് അക്കൗണ്ട് റെഡി. ആക്ടിവേറ്റ് ആയി അപ്പോൾ തന്നെ നിങ്ങൾക്ക് ആദ്യ ഷെയർ വാങ്ങാം. ഡിമാറ്റ് അക്കൗണ്ട് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഷെയർസ് വാങ്ങാം, IPO-യിൽ അപ്ലൈ ചെയ്യാം, ETFs വാങ്ങാം, സോവറിൻ ഗോൾഡ് ബോണ്ട്സ് വാങ്ങാം, ലോങ് ടേം വെൽത്ത് ക്രിയേഷൻ ആരംഭിക്കാം. ഒരു കാര്യം ഓർക്കുക, ബാങ്ക് അക്കൗണ്ട് പണം വളർത്താൻ സഹായിക്കില്ല. പക്ഷേ നല്ല നിക്ഷേപങ്ങളുള്ള ഒരു ഡിമാറ്റ് അക്കൗണ്ട് നിങ്ങളുടെ സമ്പത്ത് വളർത്താൻ സഹായിക്കും. അതിനാൽ സ്റ്റോക്ക് മാർക്കറ്റ് യാത്ര തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ആദ്യ ചുവട് ഒരു ഡിമാറ്റ് അക്കൗണ്ട് തുറക്കുക എന്നതാണ്. ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. സ്റ്റോക്ക് മാർക്കറ്റ് സംബന്ധിച്ച കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.